ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി തീരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. പിശാച് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതും ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ആർക്ക് നമുക്കെതിരെ നിൽക്കാൻ കഴിയും? ദാവീദേ, ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഗോലിയാത്തിന് നിന്നെ തകർക്കാൻ കഴിയുമോ? ദൈവപുരുഷനായ ദാവീദേ, ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ശൗലിന്റെ അസൂയകൾക്കോ അവനെറിയുന്ന കുന്തങ്ങൾക്കോ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. മോശയെ, ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ചെങ്കടലുകൾക്കോ ഭറവോന്യ സൈന്യങ്ങൾക്കോ നിന്നെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഏലിയാവേ, ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഇസബേലിനോ ആഹാബിനോ അശേര പ്രതിഷ്ഠകൾക്കോ അവരുടെ പ്രവാചകന്മാർക്കോ നിന്നെ തകർക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. ഒരു നിയമ സംവിധാനം മുഴുവൻ യേശു കർത്താവിനെതിരായപ്പോഴും, ഗവൺമെന്റും മതവും മതപുരോഹിതന്മാരും മുഴുവനും പുത്രനെതിരായപ്പോഴും ദൈവം തൻ്റെ പുത്രൻ അനുകൂലമായിരുന്നതിനാൽ പുത്രനെ കല്ലറയ്ക്കോ കാൽവറി ക്രൂശിനോ മരണത്തിനോ ഈ ലോകത്തിലെ എന്തിനെങ്കിലും ഒതുക്കുവാൻ കഴിഞ്ഞോ? ഒരിക്കലുമില്ല. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിർണയമായ വിളികൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് തിന്മയ്ക്കെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും ദൈവം നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റും. നിങ്ങൾ തിന്മയ്ക്കെന്ന് കരുതുന്നതും കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളെയും സകല പ്രതിസന്ധികളെയും യേശു കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ നിരാശകൾ അനുഭവിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലകളിൽ വളരെയധികം പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവർ ഹൗ ഐ ക്യാൻ ഹാൻഡിൽ ദിസ് കേസ് എന്ന നിലകളിൽ, എങ്ങനെ ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യും എന്ന നിലകളിൽ ചിന്തിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്ന താങ്കൾക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട താങ്കൾക്ക് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല പ്രതിസന്ധികളെയും ദൈവം അനുഗ്രഹവും അനുകൂലവുമാക്കി മാറ്റും. ഒരു സംശയമില്ല.